BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ പ്രചാരണ ചൂടിലാണ് മുന്നണികളെല്ലാം. ഇത്തവണ കൊച്ചി കോർപ്പറേഷൻ ആര് ഭരിക്കും? LDF നിലനിർത്തുമോ അതോ UDF കൈവിട്ട ഭരണം തിരികെ പിടിക്കുമോ? BJP എത്ര സീറ്റ് കൂടുതൽ നേടുമെന്നും അറിയാം. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഭരണകാലത്ത് തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങളല്ലാതെ കഴിഞ്ഞ 5 വർഷമായി LDF സർക്കാർ കൊച്ചി കോർപ്പറേഷനിൽ ഒരു വികസനവും നടപ്പാക്കിയില്ല എന്നാണ് UDF ആരോപിക്കുന്നത്. ഇത്തവണ മാലിന്യ സംസ്കരണം, തെരുവുനായ ശല്യം എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് UDF പടക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം UDFിൻ്റെ നഷ്ടപ്പെട്ട ഭരണം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ്. കാരണം അതിന് മുമ്പുള്ള ഈ കോർപ്പറേഷൻ ഭരണകൂടത്തിന് മുമ്പുള്ള 2 ടൈമും UDF 10 വർഷക്കാലം UDFിൻ്റെ കാലഘട്ടത്തിൽ ഭരിച്ചു. ആ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന സ്മാർട്ട് സിറ്റി പദ്ധതി, ആ സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള തുടർ പ്രവർത്തനങ്ങൾ മാത്രമാണ് കൊച്ചിയിൽ നടന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പൈസ പോലും ഉപയോഗപ്പെടുത്തിയിട്ടൊരു പ്രവർത്തനം നടന്നില്ല. 2011 മുതൽ 16 വരെ അധികാരത്തിൽ നിന്ന് ഉമ്മൻചാണ്ടിയുടെ സർക്കാരാണ് കൊച്ചിയിലെ അമിതമായ ട്രാഫിക് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ആ ട്രാഫിക് പരിഷ്കാരം നടപ്പിലാക്കാൻ നമുക്ക് ഒരു കൊച്ചി മെട്രോ നമുക്ക് സ്ഥാപിച്ചത്. ആലുവയിൽ നിന്ന് തൃപ്പൂണിത്തുറ വരെയുള്ള മെട്രോ സർവീസ് ഇന്ന് എത്ര ലക്ഷം ആളുകൾക്കാണ് ഗുണപരമായിട്ടുള്ള മാറ്റങ്ങളായി മാറിയത്. അപ്പോൾ അന്നും ഈ മെട്രോ നടപ്പിലാക്കുന്ന പദ്ധതിയുമായി വന്നപ്പോൾ എന്തിനാണ് കൊച്ചിയിൽ ഇത്തരത്തിൽ 2500 കോടി രൂപയുടെ ഒരു പദ്ധതി, നമുക്ക് വേറെ എത്രയോ കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കാനുണ്ട് എന്ന് പറഞ്ഞ ആളുകൾക്ക് ഇപ്പോൾ അത് കൈയടിക്കുകയാണ് ഈ പദ്ധതിക്ക് വേണ്ടി. വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന ലോകോത്തര നഗരമായി കൊച്ചിയെ മാറ്റാനുള്ള പുതിയ പദ്ധതികളുമായാണ് LDF സർക്കാർ ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കഴിഞ്ഞ 5 വർഷമാണ് കൊച്ചിയിലെ ജനങ്ങൾ വികസനം അറിഞ്ഞതെന്നും LDF അവകാശപ്പെടുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് കോർപ്പറേഷൻ ഞങ്ങൾ ഭരിക്കുമ്പോൾ 2020 ഞങ്ങളുടെ കയ്യിൽ എത്തി നിൽക്കുമ്പോൾ രാജ്യത്തെ മാലിന്യ പ്രശ്നങ്ങളുടെ കാര്യങ്ങളിൽ ശുചിത്വ നഗരത്തിൻ്റെ പട്ടികയിൽ 480ാമത്തെ സ്ഥാനമായിരുന്നു കൊച്ചിൻ കോർപ്പറേഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ 5 വർഷം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ വളരെ കൃത്യമായ പ്രവർത്തനത്തിൻ്റെ റിസൾട്ട് എന്ന നിലയിൽ രാജ്യത്തെ ശുചിത്വ നഗരങ്ങളുടെ കാര്യത്തിൽ 50ാമത്തെ സ്ഥാനത്തേക്ക് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ജനങ്ങളോട് പറയുന്നു, തുടർച്ചയുള്ള 5 വർഷക്കാലം എത്തിയാൽ ആ മാലിന്യ സംസ്കരണത്തെ പരിപൂർണ അർത്ഥത്തിൽ നമുക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞ് ഈ കൊച്ചി നഗരത്തെ രാജ്യത്തെ 1ാമത്തെ നഗരം, ശുചിത്വ നഗരങ്ങളിലെ 1ാമത്തെ നഗരം എന്ന പട്ടികയിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്ന കാഴ്ചപ്പാട് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുകയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കൊച്ചി കോർപ്പറേഷനിലും കേരളമെമ്പാടും കൂടുതൽ സീറ്റുകൾ നേടി BJP മുന്നേറുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ കൊച്ചി കോർപ്പറേഷൻ അത്ഭുതങ്ങൾ വരെ സൃഷ്ടിക്കുമെന്നും അവകാശപ്പെടുന്നുണ്ട്. കൊച്ചി നഗരത്തിൻ്റെ ഏറ്റവും വലിയ ശാപമാണ് വെള്ളക്കെട്ട്. അതുപോലെ ഇടുങ്ങിയ റോഡുകൾ, പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ. നമ്മൾ MG റോഡൊക്കെ കണ്ടുകൊണ്ട് മാത്രമല്ല, ഈ പല വാർഡുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ഇപ്പോൾ ഒരു ഗുണമുണ്ടായി. ഇലക്ഷൻ കാലഘട്ടത്തിൽ ഓടിപ്പിടിച്ചുകൊണ്ട് 12ാം മണിക്കൂറിൽ റിപ്പയറിങ് നടക്കുകയാണ്. വേണമെങ്കിൽ നമുക്ക് ഒബ്ജക്ഷൻ ചെയ്യാം, പക്ഷേ നമ്മൾ ചെയ്യുന്നില്ല. കാരണം ജനങ്ങൾക്കത് കിട്ടിക്കോട്ടെ എന്നാണ്, തൽക്കാലമെങ്കിലും കിട്ടിക്കോട്ടെ. അപ്പോൾ ഇതെല്ലാം അറിയുന്ന മുന്നണികൾ, സംവിധാനങ്ങൾ ലാസ്റ്റ് ഓടിപ്പിടിച്ച് ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. മറ്റൊന്ന് CSML ബന്ധപ്പെട്ടിട്ട് കോടിക്കണക്കിന് രൂപയാണ് കൊച്ചി കോർപ്പറേഷൻ നൽകിയിട്ടുള്ളത്. ആ പൈസ കൊണ്ടാണ് ഇന്ന് റോഡിലൂടെ ആരും സ്ലാബിനകത്ത് പോകാതെ നടക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നിരവധി സാമ്പത്തിക സഹായങ്ങൾ 5 കൗൺസിലേഴ്സ് മാത്രമേ ഉള്ളൂ കൊച്ചി കോർപ്പറേഷനിൽ. അപ്പോൾ ഈ കോർപ്പറേഷൻസ് 5 അല്ല, ഒരു 20 25 ഭരണപക്ഷമായി മാറുകയാണെങ്കിൽ നമുക്ക് കൊച്ചിയെ സുവർണ്ണ കൊച്ചിയിൽ എത്തിക്കും. ആ സുവർണ്ണ കൊച്ചിയിൽ എത്തിക്കുവാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് BJP വിരിയാതിരിക്കാൻ. കാരണം there is no other option. ജനങ്ങളുടെ മുന്നിൽ ഒരു ഓപ്ഷൻ ഇല്ല. ജനങ്ങൾ വികസനത്തെ ആഗ്രഹിക്കുന്നെങ്കിൽ, പുതിയ തലമുറയുടെ വികാസത്തെ ആഗ്രഹിക്കുന്നെങ്കിൽ, അവരുടെ കഷ്ടനഷ്ടങ്ങളിൽ നിന്നും രക്ഷ നേടണമെങ്കിൽ അവർക്കൊരൊറ്റ ഒറ്റമൂല്യമേ ഉള്ളൂ. അതാണ് BJP എന്നത്. 13ാം തീയതി നമ്മുടെ സുപ്രഭാതത്തിൽ കേരളത്തിൽ അറബിക്കടൽ ഉൾപ്പെടെയുള്ള തിരമാലകളിൽ അത് ഒരേ ഒരു മന്ത്രം, താമര മന്ത്രം, വിജയത്തിൻ്റെ മന്ത്രം, ജനങ്ങളുടെ വിജയത്തിൻ്റെ പേര് മുഴക്കുമ്പോൾ ഈ കേരളം തന്നെ ഒരു സുവർണ കാലഘട്ടത്തിലേക്ക്. 13ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ കൊച്ചി എന്ന മഹാനഗരത്തിൻ്റെ കോർപ്പറേഷൻ ഭരണം ആര് പിടിക്കും? LDF നിലനിർത്തുമോ UDF അതോ കൈവിട്ട ഭരണം തിരിച്ചു പിടിക്കുമോ? BJP അഥവാ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമോ? കണ്ടറിയാം. ക്യാമറാമാൻ മാനു കോട്ടക്കലിനൊപ്പം പ്രകാശ് പോക്കാട്ട്, M5 ന്യൂസ്, കൊച്ചി.
മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.